തിരുവനന്തപുരത്തെ രാത്രികാല കാഴ്ചകളും അതിനൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ പല ഹോട്ടലുകളിൽ കയറിയുള്ള ഫുഡടിയും അല്ലെങ്കിൽ ഒരു ഫുഡ് വ്ളോഗും പിന്നെ പോത്തീസിൻ്റെ കുറേ പരസ്യവും ഇതാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യമാണ് ആകപ്പാടെ സിനിമയിൽ പ്രധാനമായിട്ടും അത് പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു നായകനെയും നായികയും കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കാറ് കൊണ്ടൊന്ന് ചുറ്റിയടിപ്പിക്കുക, അതിനുശേഷം അവിടെയുള്ള ഹോട്ടലുകളെല്ലാം കയറി ഹോട്ടലുകാർക്കൊരു പരസ്യം എന്നോണം ഹോട്ടലുകളിൽ കയറി നല്ല ഫുഡ്, നല്ല പൊറോട്ടയും ബീഫും എന്ന് വേണ്ട സകല സാധനങ്ങളും, പ്രത്യേകിച്ച് ഫിഷിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, ഫിഷിൻ്റെ ഐറ്റംസും ഒക്കെ വെച്ചിട്ട് മാന്യമായിട്ട് പല ഹോട്ടലുകളിലെ പരസ്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് കൂടെ പോത്തീസിൻ്റെ ഉണ്ട് കേട്ടോ. പോത്തീസിൽ പോയിട്ട് പല ഡ്രസ്സിൻ്റെ, അതായത് കാഷ്വൽ വെയർ ഏതാണ്, സാരി വെയർ ഏതാണ്, അതേതാണ് ഇതേതാണെന്നൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് ആലുകുലത്തെ പരസ്യം ഒപ്പിച്ച് വെച്ചിട്ട് എല്ലാ പരസ്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്നത്. ദീപു കരുണാകരനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നായകൻ ഇന്ദ്രജിത്ത്, നായിക അനശ്വര രാജനാണ് നായികയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരേ ഉള്ളൂ സിനിമയിൽ പ്രധാനമായിട്ടും. അനശ്വര രാജനും ഇന്ദ്രജിത്തുമാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഇടയ്ക്ക് 1-2 സീനിൽ ദീപു കരുണാകരൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ പോലീസുകാരനായിട്ടൊക്കെ വരുന്ന സ്ഥിരം സിനിമകളിൽ ഗുണ്ടയും പോലീസുകാരനായിട്ട് വരുന്ന പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, പേര് ഞാൻ മറന്നുപോയി. എനിക്കൊന്നും പേര് ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ബിജു പപ്പനും പിന്നെ രാഹുൽ മാധവ് ഒരു സീനിലും വരുന്നുണ്ട്. ഇത്ര പേരേ ഉള്ളൂ സിനിമയ്ക്കകത്ത് മൊത്തത്തിൽ. പിന്നെ നമ്മുടെ പുള്ളിക്കാരൻ റോസിൻ ജോളി ഉണ്ട് കേട്ടോ. റോസിൻ ജോളിയും ഒരു അവിഹിത കഥയുമായിട്ട് റോസിൻ ജോളിയും വരുന്നുണ്ട് സിനിമയിൽ. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കാറിനകത്ത് കയറിയിരുന്ന് ചുറ്റും കറങ്ങുക, തിരുവനന്തപുരം നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, പിന്നെ കുറേ ഫുഡ് അടിക്കുക, ഇതൊക്കെ ഉള്ളൂ. ഇതാണ് സിനിമ. പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കഥയും കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്, കോമഡി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ പടത്തിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിലും ഭേദം വല്ല തിരുവനന്തപുരത്തൂടെ കറങ്ങി നടന്ന് വൺ നൈറ്റ് ഫുഡ് അടി അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് അടിക്കുന്ന ഒരു യൂട്യൂബ് വ്ളോഗ് ഉണ്ടെങ്കിൽ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും ബെറ്ററാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇൻഫർമേഷൻ ആ ഒരു വ്ളോഗിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പാട്ടും ഒരു പാട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പാട്ട് ഏതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മ്യൂസിക് PS ജയഹരിയാണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് സോബിൻ സോമൻ. സിനിമാറ്റോഗ്രാഫി ബൈ പ്രദീപ് നായർ. സിനിമാറ്റോഗ്രാഫി ഒന്നും ഇല്ല, കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ കുത്തി വെച്ചാൽ മതി, കംപ്ലീറ്റ് ആയി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കഥ എഴുതിയിരിക്കുന്നത് അർജുൻ T സത്യൻ. എന്താണ് കഥ എന്ന് മനസ്സിലായില്ല. പ്രൊഡക്ഷൻ പ്രകാശ് ഹൈലൈനാണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അവസാനമൊക്കെ കൊണ്ടുവന്ന് എന്തുവാടേ, എനിക്ക് ഒരു കാര്യമില്ലാത്ത എൻഡിങ് ആയിരുന്നു കേട്ടോ അത്. ഒരു കാര്യം, എന്തിനാണ് അമ്മയൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്ത് സെൻറ്റിമെൻറ്റ്സ് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആ സിനിമയ്ക്ക്. ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും പടത്തെക്കുറിച്ച് പറയാനില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. പിന്നെ ഇത് കണ്ടിട്ട് ഇതേപോലെ അഭിപ്രായമാണ് നിങ്ങൾക്കെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.